കൊല്ലത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ദേശീയപാതാ നിർമ്മാണം അപകടത്തിന് വഴിയൊരുക്കുന്നുവെന്ന് പരാതി. കരാറുകാരുടെ അശ്രദ്ധ കാരണമുണ്ടായ അപകടത്തിൽ ഇതുവരെ 4 പേരാണ് മരിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാത 6 വരിയാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കാത്തത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രാത്രി സമയത്ത് വേണ്ടത്ര വെളിച്ചമില്ല. അപകട സൂചന നൽകുന്ന ബോർഡുകളോ വഴി തിരിച്ചുവിടാൻ റോഡിൽ ജീവനക്കാരോ ഇല്ല. രാത്രിയിലെ കാഴ്ചയാണിത്. ഭയങ്കര പാടായി റോഡിൽ കൂടെ ഓടിക്കണമെങ്കിൽ വെച്ചാൽ. കാരണം ഈ സംഭവം വാർണിംഗ് സിഗ്നലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്കിവിടെ. മെയിൻ റോഡിൽ നിന്ന് വരുന്ന 2 വഴികളാണ് ഉള്ളത്. പെട്ടെന്ന് വലിയ വണ്ടികൾ അവിടുന്ന് ഹൈവേയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ചെറിയ വണ്ടികൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാകും. അപകട സാധ്യത കൂടുതലൊരു വഴിയായത്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ജീവൻ പൊലിയുന്ന അപകടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് രാത്രിയിലെ വെളിച്ചമില്ലാത്തതുകൊണ്ട് വളരെ പ്രയാസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ NH 66 208 കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് 2 രാഷ്ട്രപാതയിൽ നിന്നും ചരക്ക് ലോറികൾ നല്ല രീതിയിലുള്ള ഗതാഗതം വരുന്ന ഒരു വഴിയാണ്. ഇതിനകത്ത് ഒരു ശ്രദ്ധയില്ലായിരുന്ന അപകടങ്ങൾ, വലിയ അപകടങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടെ വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പ്രയാസമാണ് ഇവിടെ വണ്ടിരിക്കുന്നത്. നമ്മൾ തപ്പി തടഞ്ഞ് എങ്ങോട്ടാണെന്നുള്ള വഴി നോക്കി നമ്മൾ പോകണം. കൊല്ലം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സാജിദ, തനിവിള പുത്തൻവീട്ടിൽ ശരത്ത്, പ്ലാക്കാട് VS ഭവനിൽ വിഷ്ണു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. റോഡിന്റെ പലവശത്തും വീതി കുറവാണ്. കൂടാതെ ഇരുവശങ്ങളിലും വലിയ കുഴികളുണ്ട്. റോഡിൽ നിന്ന് പൊടിമണ്ണ് പാറുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ദുരിതമാണ്. റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ കൊണ്ട് റോഡ് നിറഞ്ഞതും അപകടത്തിന് കാരണമാകുന്നു. ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ഇതൊന്നും കണ്ടഭാവം നടിക്കുന്നില്ല. സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്ത കരാറുകാർക്കും ബന്ധപ്പെട്ടവർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് ദിലീപ്. വെരി ഗുഡ് ഈവനിംഗ് സുജയ. അശ്രദ്ധ ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ ദിലീപിന്റേതായാലും കരാറുകാരുടേതായാലും. ഇപ്പോൾ എന്തായാലും ദിലീപിന്റെ അല്ല, കരാറുകാരുടേതാണ് പ്രശ്നം. ഈ അശ്രദ്ധ ചൂണ്ടിക്കാട്ടിയിട്ട് നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സുജയ, ഞാൻ ആദ്യം ഒരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഈ നിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. അവർ ബസ് സ്റ്റോപ്പാണെന്ന്, മുമ്പ് അവിടെ റോഡ് സൈഡിലായിരുന്നു ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ ഒരു ബസ് വന്നാൽ അവിടെ നിർത്തുന്നു, മറ്റൊരു വാഹനം ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടാണ് ഇവിടെ ആദ്യം ഒരു മരണമുണ്ടായത്. പിന്നീട് പലതവണ ഈ പ്രദേശത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിൽ പോലും ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഇവിടെ ഒരു തരത്തിൽ പോലും റോഡ് ഡീവിയേഷൻ്റെ ബോർഡുകളോ മറ്റൊരു തരത്തിലുള്ള ഒരു സൂചനാ ബോർഡുകൾ പോലും ഈ പ്രദേശത്തിൽ. ഇന്ന് ഇപ്പോൾ ഉള്ളത് ഏറ്റവും അവസാനം മരിച്ച സാജിദിൻ്റെ പിതാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. വലിയ ദുഃഖമുണ്ട് നമുക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ. സാജിദിൻ്റെ മരണം എങ്ങനെയായിരുന്നു ശരിക്കും ഉണ്ടായത്? സാജിദ് കോളേജിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ഇവിടെ ഈ കിംസിൻ്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോഴത്തേക്ക് ഒരു ഓവർടേക്ക് വന്നൊരു വണ്ടി തട്ടിയിട്ട് മോൻ റോട്ടിൽ വീണതാണ്. പക്ഷേ അവ എഴുന്നേറ്റതാണ്. പക്ഷേ അപ്പോഴത്തേക്കും വേറെ എതിരെ വന്നൊരു ലോറി മോനെ തട്ടുകയാണ്. കാര്യം ഇടുങ്ങിയ റോഡാണ്, അതിനുവേണ്ടി വീതിയില്ല, ഹോസ്പിറ്റലിലേക്ക് കയറുന്ന വഴിയാണ്. ഈ സംഭവിച്ചത് ഞങ്ങളുടെ കുടുംബം ആകപ്പാട് മൊത്തത്തിൽ തകർന്ന് ഇനിയും ഒരു കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ആർക്കും ഇങ്ങനൊരു അപകടം വരാത്ത രീതിയിൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് ഒരു പരാതി അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ അതിനൊന്നും ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഞങ്ങൾ ആരും അതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച്. സാജിദിൻ്റെ ബന്ധുണ്ടെന്നു നമ്മൾ ഇതിന് പരാതി നൽകിയായിരുന്നു. നമ്മൾ ഈ റോഡിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയം പൗരവേദിയുടെ നേതൃത്വത്തിൽ ഹൈവേ അതോറിറ്റിയെ ഞങ്ങൾ സമീപിച്ചു. കാരണം യാതൊരു മാനദണ്ഡവുമില്ലാതെ, സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ വരുന്ന വഴിയുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രാത്രികാലമായ ലൈറ്റ്, അതേപോലെ മുൻകരുതലുകൾ, വാർണിംഗ് ബോർഡുകളോ ഒന്നുമില്ല. ഈ സാജിദിന് അപകടം നടക്കുന്ന ഈ സ്ഥലത്ത് വളരെ വീതി കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വീതിയോ അവിടെ ഏതെങ്കിലും ഒരു വാർണിംഗ് ബോർഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സംഭവിക്കത്തില്ലായിരുന്നു. അതേപോലെ തന്നെ നല്ല വിഷ്ണുവിൻ്റെ മരണവും രാത്രി അവിടെ കൂട്ടിയിട്ടിരുന്ന പൊടിപടലങ്ങൾ കാറ്റിൽ പറന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് എതിരെ വന്ന വണ്ടിയുടെ അടിയിൽപ്പെട്ട് ആ ധാരണം. പിന്നെ പ്രകാശം കാണാൻ വയ്യാത്ത അവസ്ഥയിൽ വന്നു. അപ്പോൾ ഈ വരുന്ന വണ്ടിക്കും ഈ വരുന്ന വെട്ടമില്ലാത്തതുകൊണ്ട് ഈ എതിരെ വണ്ടി വരുന്നതെന്ന് കാണാൻ ഒക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ള ഒരു നാരോ വീതി, അത് അവിടെ നോക്കിയാൽ അറിയാം. അവിടെ ഒരു ബസ് മാത്രമേ വരത്തുള്ളൂ. അതിലേക്കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം പോകണം. ഇവിടെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണോ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ? ഈ സാഹചര്യം ബുദ്ധിമുട്ടാണ്.
ചേട്ടൻ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ആട്ടോ ഓടിക്കുക. ഇവരുടെ ഈ പണിക്കാർ, അതായത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ ഇതിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, അതും പോകുന്നുണ്ട്. അവരെന്തെങ്കിലും നിയന്ത്രണങ്ങൾ എന്തെങ്കിലും വരുന്ന? അതൊന്നുമില്ല. റോഡ് നനയ്ക്കുക അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്, വല്ലപ്പം കൂടി നനയ്ക്കുന്നുണ്ട്. അതിൽ പൊടിയുടെ ശല്യമുണ്ട്. പൊടിയുണ്ട് ഉണ്ട്. ചേട്ടൻ ഇവിടെ വണ്ടി ഓടിക്കുക എങ്ങനെയാണ്? ഇവിടെ ഭയങ്കര തിരക്കും റോഡിൻ്റെ പണിയാണ്, ഇച്ചിരി പാടാണ് വണ്ടി ഓടിക്കാൻ. ബുദ്ധിമുട്ടാണ്. ഇവിടെ നിങ്ങൾ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് കൊടുത്താലും ഒരു രക്ഷയില്ല. ആരെയും വന്ന് നോക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഈ രണ്ട് വ്യക്തികൾ, ഇദ്ദേഹത്തിന്റെ മകനാണ് നഷ്ടപ്പെട്ടത്, ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനാണ് നഷ്ടപ്പെട്ടത്. രണ്ടും ഈ അടുത്തടുത്ത് തന്നെ മരണപ്പെട്ടത്. അത് റോഡ് പണിയിൽ സംഭവിച്ചതാണ്. പണിയുടെ അശാസ്ത്രീയമായ ഇവിടെയും അതണക്ക നോക്കി ഇറക്കം കണ്ടല്ലേ, കട്ടറി വീടും എടുത്തും പോവുക. ഈ രാത്രി സമയത്തും എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? രാത്രി ബുദ്ധിമുട്ടത്. ഇവിടുത്തെ കലം കണ്ടല്ലോ ഈ റോഡിൽ വെച്ചേക്കുന്ന, അതിൽ വണ്ടി കയറിയ മറിഞ്ഞത് തന്നെ. സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, ആട്ടോയും മറിഞ്ഞു പോകും. ഒരു സുരക്ഷയില്ല, ഒരു സിഗ്നൽ ലൈറ്റ് ഒന്നും ഇല്ല, അതൊന്നുമില്ല. സേഫ്റ്റി പ്രോബ്ലം ഉണ്ട്. കാര്യം അവരുടെ പിന്നെ മറ്റേ വലിയ വാഹനങ്ങളൊക്കെ പുറന്നോട്ടെടുക്കുമ്പോഴും മുമ്പോട്ടെടുക്കുമ്പോഴൊക്കെ സേഫ്റ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഒരു നിയന്ത്രണമില്ലാതെ വണ്ടി ഓടുന്നത്, അവർക്ക് യാതൊരു സേഫ്റ്റി ഇല്ല. അവർ സേഫ്റ്റി അവയർനെസ് ഒന്നും കൊടുക്കുന്നില്ല ആൾക്കാർക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഡിവൈഡർ വെക്കുകയോ അല്ലെങ്കിൽ ഒരു റിബൺ കെട്ടുകയോ ലൈറ്റ് വെക്കുകയോ ഒന്നുമില്ല. ട്രാഫിക് നിയന്ത്രണങ്ങളില്ല. ട്രാഫിക് നിയന്ത്രണമൊന്നുമില്ല. കാര്യം അവിടെ പോക്കറ്റ് റോഡുണ്ട്. ആ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരും. ഇറങ്ങിയ സമയത്ത് കുഴിയാണ്. അപ്പോൾ ചില വണ്ടിക്കാരൊക്കെ സൈഡിലൊക്കെ പോകും. സൈഡിൽ പോകും. ചില ഭാഗ്യം കൊണ്ടാണ് ചിലതൊക്കെ രക്ഷപ്പെടുന്നത്. നല്ല കുഴിയിലും ഒക്കെ പോകും. പോക്കറ്റ് റോഡിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരും, ശ്രദ്ധിക്കത്തില്ല. 10-30 മീറ്ററൊക്കെയുള്ള ഈ ട്രെയിലർ ഉണ്ടല്ലോ, ഈ പകല് ഒരു നിയന്ത്രണമില്ലാതാണ് അവർ ഓടിച്ചുകൊണ്ട് പോണത്. അത് ഒന്ന് തിരിച്ചാൽ മതി, ഈ ട്രാഫിക് എല്ലാം ജാമാവും. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ യാത്ര ആരംഭിക്കാൻ പറ്റും. ആ തരത്തിലാണ് രാത്രിയും പകലും ജോലി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അതിനകത്തൊന്നും ഒരു ഇതും ഇല്ല, ഒരു സുരക്ഷയും നോക്കാതെ. പ്രശ്നം തന്നെ മൈലക്കാട് ജംഗ്ഷനിലും ഇവിടെയും റോഡ് മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി അറിയിക്കാതെ ചെയ്തതിൻ്റെ ഫലമായി 2 ദിവസം ഇവിടെ കുടിവെള്ളം ഇല്ലാതെ നിരന്തരം ആ പൈപ്പ് പൊട്ടി. അതിനെതിരെ അധികാരികൾക്ക് പരാതി പറഞ്ഞാൽ അവരൊന്നും അത് ഗൗരവമായിട്ട് കാണുന്നില്ല. ഇത് സൂപ്പർവൈസ് ചെയ്യാൻ ആരുമില്ല. ഈ റോഡിന്റെ ഇത് സൂപ്പർവൈസ് ചെയ്യാനില്ല. വെള്ള ജോലിക്കാർ വരുന്ന അവർ കുഴിക്കുന്നു, പോകുന്നു, വേറെ ഒന്നുമില്ല. ഈ മൈലക്കാട് ഇറക്കുന്നിട്ട് ഇവിടെ ഈ മോൻ്റെ മരണം നടന്ന അന്ന് തന്നെ എത്ര ആക്സിഡന്റ് നടന്നു അറിയാമോ? ആരും കെയർ ചെയ്യുന്നില്ല. അധികാരികൾക്ക് ആർക്ക് എന്തറിയാം? അവരും ആരും വരുന്നവരെ തിരിഞ്ഞു നോക്കുന്നുമില്ല. നമ്മളെ സ്പോട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവർ വരുന്നുണ്ട്, അല്ലാതെ അവർ ആരും അവർ വന്ന് ഒരു ട്രാഫിക് നിയന്ത്രണം വെക്കുന്നില്ലല്ലോ. ഇതൊരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ കയറുന്ന വണ്ടി കയറുന്നതിന് യാതൊരു നിയന്ത്രണമില്ല. വണ്ടിക്ക് ജാമാവുന്നു, കയറുന്ന വണ്ടി ഇപ്പം തന്നെ റോഡിൻ്റെ തിരക്കൊന്ന് റോഡിൻ്റെ അത്രമാത്രം തിരക്കാണ് ഇവിടെ. സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെ ഉള്ള നിരവധി വാഹനങ്ങൾ, പിന്നെ ഈ റോഡ് പണിയുടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, യാതൊരുവിധ ഇത് കൺട്രോൾ ഇല്ലാതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇപ്പോൾ 2-3 അപകടമായി. എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് ബിടെക്കിന് പഠിക്കുന്ന വിദ്യാർത്ഥി എൻ്റെ മോൻ. എൻ്റെ കുഞ്ഞിന് പറ്റിയത് ഇനി ആർക്കും വരരുത്. അതിന് ഉള്ള നടപടിയാണ് ഇവരുടെ ഭാഗത്ത് ഇനി ഉണ്ടാവേണ്ടത്. സുജിയ, കേട്ടല്ലോ, ഈ ഇത്രയും ദുഃഖകരമായ സംഭവങ്ങളാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു നടപടികളും സ്വീകരിക്കാതെ ഇപ്പോഴും ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണം നടത്തുന്നതിനെതിരല്ല, പക്ഷേ അതിന് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തതാണ് അവിടുത്തെ പ്രശ്നം. ദിലീപ് ദേവസ്യ, ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് വെക്കാം. ഒപ്പം ഇതിൽ എങ്ങനെയാണ് അധികൃതർ ഇടപെടുന്നത് അതിലേക്ക് കൂടി നമ്മൾ ഇത് എത്തിക്കണം. ദിലീപ്, അടുത്ത ഘട്ടമായി നമ്മൾ ഇക്കാര്യത്തിൽ ഈ കരാറുകാർ ആരൊക്കെയാണ്, ഈ കരാറുകാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും അവർക്കെതിരെ കൃത്യമായ നടപടിയിലേക്ക് പോകാത്തത്, അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം ദിലീപ്.